ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി വിശാലിനോട് പറയും, ഞാനത് മറച്ചു വെച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. വിശാൽ സാറിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. വല്യമ്മ തക്ക സമയത്ത് ആ വക്കീലിനെ അയച്ചില്ലായിരുന്നുവെങ്കിൽ സാറിനിപ്പോൾ ജയിലിൽ കഴിയേണ്ടി വരില്ലായിരുന്നോ? ശേഖര മുത്തശ്ശനെ കുറിച്ചുള്ള സത്യം ഞാൻ ഒരിക്കലും സാറിൽ നിന്ന് ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ വിശാല് പറയും, നീ എന്ത് ചെയ്താലും അതിനു പിന്നിൽ ഒരു സദുദ്ദേശം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു കാരണവുമില്ലാതെ നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അന്നേരത്ത് ഞാൻ അതൊന്നും ഓർത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. നീ അത് മറച്ചു വെച്ചതിൻ്റെ കാരണം ഞാൻ ഒരിക്കലും നിന്നോട് ഇനി ചോദിക്കില്ല. നീ അത് എപ്പോൾ എന്നോട് പറയണമെന്ന് തോന്നുന്നുവോ അപ്പം നീ അത് എന്നോട് പറഞ്ഞാൽ മതി. എന്തായാലും ഒന്ന് വ്യക്തമായി, എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢത മറഞ്ഞിരിപ്പുണ്ട്. ഇപ്പോഴെങ്കിലും അതറിയാൻ കഴിഞ്ഞല്ലോ. എനിക്ക് നിന്നിലുള്ള വിശ്വാസം ഇപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് വേണ്ടി ആ സ്റ്റേഷനിൽ വെച്ച് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാനാവുന്നില്ല. ആ SIയെ കഴുത്ത് നെരിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നിയത്. വിടില്ല, ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ശേഖരമേനോനെ വെടിവെച്ചത് ആരാണെന്ന് ഞാൻ കണ്ടെത്തും. എൻ്റെ മേൽ ഇല്ലാത്ത കുറ്റം കെട്ടിവെക്കാൻ വേണ്ടി ആ SIയെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയണം. ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. എല്ലാം ഞാൻ തെളിയിക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ പാർവതി പ്രഭാവതിയോട് വിശാൽ സാറ് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോയി എന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മണിക്കുട്ടൻ വരുന്നത് കേട്ടോ. അപ്പോൾ മണിക്കുട്ടൻ ചോദിക്കും, എന്താ പാറു, ഒരു ആലോചന? അപ്പോൾ പാർവതി പറയും, എനിക്കൊരു സംശയം. വിശാൽ സാറ് തോക്കെടുത്ത് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോകുന്ന കാര്യം ഞാൻ പ്രഭാവതി അമ്മയോട് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ആ വിവരം പോലീസ് അറിഞ്ഞിരിക്കുന്നു. അത് എങ്ങനെ അറിഞ്ഞു? അതുമാത്രമല്ല, വിശാൽ സാറ് ശേഖര മുത്തശ്ശനെ കാണുന്ന നേരത്ത് അദ്ദേഹത്തെ വെടിവെച്ച ആ അജ്ഞാതൻ ആരാണ്? അയാൾ എന്തിനാണ് ശേഖര മുത്തശ്ശനെ വെടിവെച്ചത്? എല്ലാം കൂടി ചേർത്ത് ആലോചിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടന്നതുപോലെ ഒരു തോന്നൽ. എത്ര ആലോചിച്ചിട്ടും എനിക്കതിന് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ മണിക്കുട്ടൻ പറയും, ഈ വിവരം പോലീസ് അറിഞ്ഞത് മറ്റാരിൽ നിന്നും ആവില്ല. അത് പോലീസിന്റെ ചെവിയിൽ എത്തിച്ചത് പ്രഭാവതി അമ്മ തന്നെയായിരിക്കും. കാരണം ഗാർഗി ആ സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രഭാവതി അമ്മ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ പാർവതി ചോദിക്കും, പ്രഭാവതി അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിശാൽ സാറിനോട് അവർക്ക് സ്വന്തം മോനെ പോലെ തന്നെ സ്നേഹമാണല്ലോ. അങ്ങനെ സ്നേഹമുള്ളപ്പോൾ വിശാൽ സാറിനെതിരായിട്ട് അമ്മ ഇതുപോലെ പ്രവർത്തിക്കുമോ? പ്രഭാവതി അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പോൾ മണിക്കുട്ടൻ പറയും, ഞാൻ പറഞ്ഞത് പാർവതി നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. നീ ബുദ്ധിമതിയല്ലേ? ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിക്കേ. വിശാൽ സാറിൻ്റെ ശത്രുക്കളെ പുറത്ത് പുകച്ചു ചാടിക്കേ. അപ്പോൾ പാർവതി പറയും, നീ പറഞ്ഞത് ശരിയാണ്. വിശാൽ സാറിനെ കുരുക്കിയ ശത്രുക്കളെ കണ്ടെത്തണം. അവർ തന്നെയായിരിക്കും ദേവമ്മയുടെ മരണത്തിന് പിന്നിൽ എന്നും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശേഖര മുത്തശ്ശനെ കൊല്ലാൻ അവർ ശ്രമിച്ചത്. എൻ്റെ മനസ്സിൽ ഒരു പദ്ധതി തെളിയുന്നുണ്ട്. അതിലൂടെ തന്നെ ഞാൻ സത്യം തെളിയിക്കും. എല്ലാ ശത്രുക്കളെയും ഞാൻ കണ്ടെത്തും. അതേസമയം പ്രഭാവതി പ്രതാപനോട് പറയും, പാർവതിയുടെ ബുദ്ധിയെ ഞാൻ കുറച്ചു കണ്ടു. അതാണ് പ്രതാപ എനിക്ക് പറ്റിയ അബദ്ധം. അവൾ ഒരിക്കലും ഈ കാര്യം ലളിതേച്ചി വിളിച്ച് പറയുമെന്ന് ഞാൻ കരുതിയില്ല. വിശാൽ ജയിലിൽ പോകുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചത് ഇപ്പോൾ വെറുതെ ആയില്ലേ? അപ്പോൾ പ്രതാപൻ പറയും, അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ ചേച്ചി. ശേഖരമേനോനെ വെടിവെച്ചത് വിശാലല്ല എന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് അവൻ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ്. ചേച്ചി ആ SIക്ക് 10 ലക്ഷം രൂപ കൊടുത്തത് വെറുതെ അല്ലല്ലോ. അയാൾ ആ പണം വാങ്ങിയതിൻ്റെ നന്ദി കാണിക്കാതിരിക്കുമോ? അപ്പോൾ പ്രഭാവതി പറയും, ഇപ്പോൾ ഈ വക്കീലിനെ ലളിതേച്ചി ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് ആ SI വിശാലിനെ ശേഖരനെ വെടിവെച്ച കേസിൽ കുടുക്കിയാലും അവനെ കോടതിയിൽ നിന്നും ആ വക്കീൽ ഊരിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ പ്രതാപൻ പറയും, ചേച്ചി ആ SIയെ വിളിച്ച് ഒന്നുകൂടി ഒന്ന് പ്രഷർ കൊടുത്തേക്ക്. ഒരിക്കലും വിശാല് കേസിൽ നിന്ന് രക്ഷപ്പെടാത്ത വിധത്തിലുള്ള കുറ്റപത്രം അയാൾ എഴുതി കൊടുത്തോളും. ശരി പ്രതാപ, കേസ് സ്ട്രോങ് ആയേക്കാൻ ഞാൻ അയാളോട് വിളിച്ചു പറയാം. പക്ഷേ ശേഖരമേനോൻ മരിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കേസ് ശക്തിപ്പെട്ടേനെ. അപ്പോൾ പ്രതാപൻ പറയും, അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. അവിടെ വെച്ച് രഹസ്യമായിട്ട് അയാളെ തട്ടണം. അയാൾ ചത്താൽ വിശാൽ പെടുമല്ലോ. അയാളെ കൊല്ലുകയും ചെയ്യാം. കൊല്ലാം ചേച്ചി. എന്നിട്ടേ ആ കുറ്റം വിശാലിൻ്റെ തലയിൽ കെട്ടിവെക്കാം. കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആകട്ടെ. അപ്പോൾ വിശാൽ അകത്ത് കിടന്ന് ജയിലിൽ അഴിയെണ്ണിക്കോളും. പിന്നെ കാണിക്കുന്നത് രാത്രി പാർവതി ആ മാജിക് ബോക്സ് എടുത്ത് തുറക്കാണ് കേട്ടോ. എന്നിട്ട് ആ മാജിക് ബോക്സിലെ പാട്ട്
പ്രഭാവതി കേൾക്കത്തക്ക വിധം വെക്കുകയാണ്. എന്നിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. പാട്ട് കേട്ട പ്രഭാവതി ആകെ അസ്വസ്ഥയാവുകയാണ്. എന്നിട്ട് ആ പാട്ട് കേട്ട സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പ്രഭാവതിയുടെ നീക്കങ്ങളെല്ലാം പാർവതി മറിഞ്ഞു നോക്കുന്നുണ്ട്. പ്രഭാവതി ആ മാജിക് ബോക്സ് അടച്ചു വെച്ച് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസം പാർവതി പോയിട്ട് പ്രഭാവതിയോട് ചോദിക്കും, എന്താ അമ്മേ ആകെ ഒരു അസ്വസ്ഥത പോലെ? എന്നിട്ട് ആ മാജിക് ബോക്സ് കാണിച്ചിട്ട് ചോദിക്കും, ഈ ബോക്സ് കണ്ടിട്ടാണോ അമ്മയ്ക്ക് ആകെ ഒരു അങ്കലാപ്പ്? അപ്പോൾ പ്രഭാവതി പറയും, ബോക്സ് കണ്ടിട്ടൊന്നുമല്ല ഞാൻ ടെൻഷനായത്. പിന്നെ എന്താ കാര്യം? ഒന്നുമില്ല. അപ്പോൾ പാർവതി പറയും, അത് വെറുതെ എന്തോ കാര്യമായിട്ടുള്ളൊരു ടെൻഷൻ അമ്മയ്ക്കുണ്ടല്ലോ, എന്താ അത്? അപ്പോഴാണ് കേട്ടോ വിശാൽ അവിടേക്ക് വരുന്നത്. വിശാലിനെ കാണുമ്പോൾ പ്രഭാവതി പറയും, ഞാൻ വിശാലിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. ഒന്നും അറിയാത്ത എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ, അതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും മാറുന്നില്ല. എന്നിട്ട് വിശാലിനോട് ചോദിക്കും, മോനെ അമ്മയോട് എന്തെങ്കിലും തരത്തിലുള്ള പിണക്കോ പരിഭവമോ ഉണ്ടോ മോനെ? അപ്പോൾ വിശാൽ ചോദിക്കും, എന്തിനമ്മേ? അപ്പോൾ പ്രഭാവതി പറയും, ലളിതേച്ചി കുറ്റപ്പെടുത്തിയതുപോലെ എനിക്ക് മോനെ പുറത്തിറക്കാൻ സാധിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാണ്. മോനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, സത്യമാണ്. എൻ്റെ മോൻ ഇത് വിശ്വസിക്കണം. അപ്പോൾ വിശാൽ പറയും, അമ്മ സങ്കടപ്പെടണ്ട. എനിക്ക് അമ്മയോട് യാതൊരു പിണക്കോ പരിഭവമോ ഇല്ല. എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ അമ്മ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അമ്മ ഒരു തരത്തിലും പ്രയാസപ്പെടണ്ട. എൻ്റെ നിരപരാധിത്വം അത് തെളിയിക്കപ്പെടും. ശേഖരമേനോൻ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. അദ്ദേഹം തിരിച്ചു വരും. അതോടെ എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തും. നമ്മുടെ എല്ലാവരുടെയും സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഉടനെ തന്നെ കിട്ടും അമ്മേ. പിന്നെ കാണിക്കുന്നത് പ്രതാപം വീണ്ടും വേഷം മാറി ഡോക്ടറുടെ വേഷത്തിൽ ഹോസ്പിറ്റലിൽ നടക്കുന്നതാണ്. പ്രതാപിനെ കണ്ട് സംശയം തോന്നിയ ഒരു ഡോക്ടർ പ്രതാപിനോട് ചോദിക്കും, ഡോക്ടറിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയ അപ്പോയിൻമെൻ്റ് ആണോ? ഇത് കേൾക്കുമ്പോൾ പ്രതാപം പറയും, അതെ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. എന്താ പേര്? ഡോക്ടർ സണ്ണി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറോട് ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രതാപം മനസ്സിൽ പറയും, ഇനി ഏതെങ്കിലും മാരണം കാണും മുമ്പ് ശേഖരൻ്റെ കഥ കഴിക്കണം. എന്നിട്ട് നേരെ ഐസിയുലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ ബെഡിൽ ശേഖരൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഒരു നഴ്സ് വരുന്നത്. അപ്പോൾ പ്രതാപൻ ആ നഴ്സിനോട് ചോദിക്കും, ഇവിടെ കിടന്നിരുന്ന ആ പേഷ്യൻ്റ് എവിടെ? അപ്പോൾ ആ നഴ്സ് പറയും, അയാളെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോഴേ ആളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രതാപൻ ചോദിക്കും, ആരായാലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്? അറിയില്ല സാറേ. അതേസമയം പാർവതി വിശാലിന് ഫോൺ വിളിച്ചിട്ട് പറയും, എനിക്കൊരാഗ്രഹമുണ്ട്, സാറത് സാധിച്ചു തരുമോ? അപ്പോൾ വിശാൽ പറയും, പാർവതി എന്താഗ്രഹം പറഞ്ഞാലും ഞാനത് സാധിച്ചു തന്നിരിക്കും എന്ന് കരുതി ചന്ദ്രനെ ഒന്നും ചോദിച്ചേക്കരുത്. അപ്പോൾ പാർവതി പറയും, ഞാൻ അതൊന്നും ചോദിക്കില്ല, സാറിന് സാധിച്ചു തരാൻ പറ്റുന്ന ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് ലക്ഷ്മിപുരത്തേക്കൊന്ന് പോകണം. അപ്പോൾ വിശാൽ പറയും, അതെൻ്റെ അമ്മയുടെ നാടാണല്ലോ, അതെന്താ ഇപ്പം അങ്ങോട്ട് പോകാൻ ഒരു ആഗ്രഹം? പ്രത്യേകിച്ചൊന്നുമില്ല സാറേ, അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നാടല്ലേ അത്. ആ നാട്ടിൽ ചെന്ന് അമ്മയെക്കുറിച്ച് അറിയാനൊരു കൗതുകം. നാട്ടുകാരോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരില്ലേ? അതിനെന്താ സംശയം? അവർക്ക് അമ്മയെക്കുറിച്ച് പറയാനേ 100 നാവായിരിക്കും. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകാം. ലക്ഷ്മിപുരത്തേക്ക് ഒന്ന് പോകണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാനും. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോയാലോ? ശരി, നാളെ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് പാർവതി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ പ്രഭാതി കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പ്രഭാതി മനസ്സിൽ വിചാരിക്കും, ഇവളെന്തിനായിരിക്കും ഗായത്രിയുടെ നാട്ടിലേക്ക് പോകുന്നത്? അവൾ അവിടെ ചെന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്?